പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ് ടോപ്പ് സിംഗറിലെ നല്ല പാട്ടുകൾ കേൾക്കാനായിട്ടും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടും. കൃത്യസമയത്ത് നമ്മൾ ദേ എത്തിച്ചേർന്നിരിക്കുന്നു. ടോപ്പ് സിംഗർ ടീം ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ. ഇതെന്താ ഇത്? ഇങ്ങനെയാണോ സ്വാഗതം ചെയ്യുമ്പോ പറയേണ്ടത്? ഒരു നല്ല എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു, ഒരു പൂക്കി എക്സ്പ്രഷൻ ഇടും. ഓ വാ. മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി വെൽക്കം. മധു അങ്കിൾ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണി നന്നായി പാടുന്ന ഒരു കുഞ്ഞുമണി. വിളിക്കാം. ആലുവക്കാരി. യെസ്, വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖാണാ? ഈ ഉടുപ്പിന്റെ അതേ തുണി കൊണ്ടാണ് ഹെയർ ബാൻഡ് വെച്ചേക്കണത്. ആണോ? അമ്മ തയ്ച്ചതാ. അമ്മ വെച്ചതാണ് ഈ ഉടുപ്പ്. ഓ അത് ശരി. അമ്മ നിസ്സാരക്കാരി. അമ്മ നിസ്സാരക്കാരി അല്ലല്ല, ആലുവക്കാരിയാണ്. സമ്മാനമൊന്നുമില്ലേ? ഈ സിനിമയുടെ പേര് സമ്മാനം എന്നല്ലേ? ഇപ്പഴാണ് മനസ്സിലായത്. സമ്മാനം ഏതാണ് പാട്ട്? എന്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി ആണല്ലേ? ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സിനിമ സമ്മാനം, മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി. ദക്ഷിണാമൂർത്തി സാറാണാ? ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. പാടിയത് വാണിയമ്മ. വർഷം 1975. 1975. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാ. കറക്റ്റ് ആയിരുന്നട്ടാ. കേൾക്കാം നമുക്ക് പാട്ട്. നമുക്ക് പാടിയാലാ? പാടാ. പൂത്തിരി കത്തിക്കണ്ടേ അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ഓരോ പൂത്തിരി. ഓൾ ദി ബെസ്റ്റ്. പാടിക്കോട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എങ്ങും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി. പുലരിക്ക് പൊൻപണം കൈനീട്ടം. പുലരിക്ക് പൊൻപണം കൈനീട്ടം. ഈ പുഞ്ചിരിക്ക് പുഞ്ചിരി കൈനീട്ടം. എന്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എങ്ങും പൊട്ടിച്ചിരി
നൈസ് 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 മോളെ നൈസ് നൈസ്. താങ്ക് യു. എസ്തർ കുട്ടാ എന്തോ നന്നായിട്ട് പാടിയല്ല. താങ്ക് യു. ഇത് ചക്രവാകൻ രാഗത്തിലുള്ള പാട്ടാണിത്. ആ. ഇത് രാഗത്തെ പറ്റി അറിയാണ്ട് ഇത്ര നന്നായിട്ട് പാടിയില്ലേ, അതിന് വേണം ഒരു കയ്യടി. താങ്ക് യു. ഈ രാഗം പഠിച്ചിട്ടുണ്ടാ? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാ ഈ രാഗം? ഇല്ല. എന്നിട്ടാണ് ഇങ്ങനെ പാടിയത്. ആള് നിസ്സാരക്കാരിയല്ലേട്ടാ. ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. കുഞ്ഞിന് ഇത്രയും ഹെവി ആയിട്ടുള്ള പാട്ടൊക്കെ താങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതെ, എന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. അല്ലേ? എന്നാലും ഇത്ര നന്നായിട്ട് മാനേജ് ചെയ്ത് പാടിയില്ലേ, അതിന് വേണം ഒരു കയ്യടി. ആ എന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി, അവിടെ ചെറിയൊരു ശ്രുതി പ്രശ്നം ചേർന്നിട്ടില്ല എന്നുള്ളത് തോന്നല്. പിന്നെ പുലരിക്ക് പൊൻപണം കൈനീട്ടം ആ ഭാഗമില്ലേ പല്ലവിയില്, അവിടെ ഒരു ചെറിയ സ്ലിപ്പായി പോയിന്നേ ഉള്ളു. ഒരു ക്ലാരിറ്റി കുറവ്, ക്ലാരിറ്റി കുറഞ്ഞ് അങ്ങനെ പോയി. ഇടയിൽ ഒരു ഗ്ലം വന്നില്ലേ? ഒരു ഗ്ലും വന്നിട്ടാ. ആ ഒരു ഗ്ലും അല്ല ശ്വാസ തടസ്സം. അതിനിപ്പോ ശ്വാസ തടസ്സം എന്നാണല്ലേ പേര്. അപ്പൊ ഒരു ശ്വാസ തടസ്സം വന്നിട്ടുണ്ട്. തുകിലുണർത്തമ്മിണി തുകിലുണർത്തുന്ന പാടിയപ്പോ തുകി കഴിഞ്ഞിട്ടൊരു ശ്വാസം എടുത്ത് ഒരു ഗ്ലുമ്മ് വീണായിരുന്നില്ലേ? ആ ഗ്ലുമ്മിന്റെ കാര്യം ശ്വാസ തടസ്സം. അയ്യോ ഗ്ലുമ്മല്ലാട്ടാ ശ്വാസ തടസ്സം. ആ പുഞ്ചിരിക്ക് പുഞ്ചിരി എന്ന് പറയാ, പുഞ്ചിരിക്ക് പുഞ്ചിരി എന്ന് പറയുമ്പോ ഇല്ലേ, അത് കുറച്ചുകൂടി മൈക്ക് അടുപ്പിച്ച് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് കേൾക്കാൻ പറ്റും ഞങ്ങൾക്ക്. അതൊന്ന് പാടിയേ. പുഞ്ചിരിക്കു പുഞ്ചിരി കൈനീട്ടം. ഇതിപ്പോ ശ്രുതി മാറിപ്പോയല്ല, നേരത്തെ പാടി ശ്രുതിയില് പാട്. മൊത്തം ഇതെന്താണിത്? ഇങ്ങനെയാണ് നേരത്തെ പാടിയത്. നേരത്തെ പാടിയ പോലെ ഞങ്ങൾ പാടുന്നു. ആ പുഞ്ചിരിക്കു പുഞ്ചിരി കൈനീട്ടം. ആ നന്നായിട്ട് പാടണ്ടല്ലേ ഇപ്പൊ. നേരത്തെ ഇങ്ങനെ പാടി എന്തായിരുന്നു കുഴപ്പം? എന്തായിരുന്നു പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? ഇങ്ങനെ നേരത്തെ പാടായിരുന്നില്ലേ? ആ ഇപ്പൊ എന്ത് നന്നായിട്ടാണ് പാടുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് പാടലില്ലേ, അതിന് കൊടുക്കണം ഒരു കയ്യടി. ഇത്രയും പറഞ്ഞ മതിച്ചേട്ടന് ഒരു മാസ്റ്റർ ആണ് വേറെ ലെവൽ. പല പല സ്ലാങ്ങിൽ സംസാരിക്കും. പുതിയ മുഖം, അങ്ങനെ ഒരു മുഖമായിരുന്നു. മക്കളെ, കുഞ്ഞു മക്കളെ, ചക്കരെ, മുത്തേ, മുത്തലെ മുത്തായ മുത്തേ. അയ്യോ കളി വരുന്നുണ്ടോ? വേഗം പറ. കൊച്ചി കലിപ്പിലായിട്ട് കരിപ്പിലായിട്ട് വരട്ടാ. കലിപ്പാണ്. കലിപ്പാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഞാൻ ആ വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷനല്ലേ, അതെ പൂത്തിരി, 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 പിന്നെ വിഷു പുതരി, അങ്ങനെ വരുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാ പുഞ്ചിതി. ഈ രീ രാ ഒക്കെ ദീ എന്നാണ്. പക്ഷെ അത് ചില സമയത്ത് നന്നായിട്ട് വരും, ചില സമയത്ത് കറക്റ്റ് ആയിട്ട് പറയും, ചില സമയത്ത് മാത്രം ഈ പാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴാണ് ദീ ആവുന്നത്. അതെ. ഈ വെള്ളി മത്താപ്പ് നൽകും വിഷുപ്പുലരിയില്ലേ, അതെങ്ങനെയാണ്? നൽകും കുഞ്ഞിന് കുറച്ച് ഹെവിയാണ് സംഗതി. നൽകും വിഷു ആ രാഗം പാടിയാലാണ്. എന്നാലും മാനേജ് ചെയ്യുന്നുണ്ടേ. അതെ, നേരത്തെ പറഞ്ഞില്ലേ, അത് മാനേജ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു സംഭവമാണ്. പിന്നെ ഈ കൊച്ചു കൊച്ചു ഉമ്മകൾ എന്ന് പാടിയില്ലേ, അപ്പൊ ഒരു കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ സോഫ്റ്റ് ആക്കിയില്ലേ, ഇല്ലേ ഉമ്മക്കുട്ടി? അത് നല്ലായിരുന്നു കേട്ടോ. എനിക്ക് അത് പാടാമോ? അച്ഛനും അമ്മയും കവിളത്തു ചാർത്തിയ കൊച്ചു കൊച്ചുമ്മ. നല്ല രസമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കവിളത്തു ചാർത്തിയ കൊച്ചു കൊച്ചുമ്മകൾ തൻ മധുരവുമാ. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരുന്നു അപ്പൊ പാടിയത്. അത് നല്ല രസമായിട്ട് വന്നു. പിന്നെ ഈ ഗ്ലും സംഭവം ഒന്നുകൂടെ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ബോട്ടിലും ഇങ്ങനെ അടച്ചിട്ട് അതെടുത്ത് സോറി ശ്വാസതടസ്സം ഗ്ലുമൊക്കെ പോയി. അപ്പൊ അതെന്തോ കുഞ്ഞിന് പിന്നെ തിരിച്ച് ഈ ദിവസം വന്നു. നമുക്ക് ആ ശ്വാസ തടസ്സത്തിനെ ഒന്ന് തടസ്സപ്പെടണ്ടേ.
വേണ്ടേ ഇത്രയും വേഗം തടസ്സപ്പെടുത്തണം. വേണ്ടേ അത് ചെയ്യണം കേട്ടോ. ഗ്ലും വരാതെ നോക്കണം കേട്ടോ. നമുക്ക് നോക്കാട്ടോ. ആ ഗ്ലും ഒന്ന് എറിഞ്ഞു തരുമോ? എഗെയിൻ ആ കുപ്പിയിൽ അടച്ചു വെച്ചു ഗ്ലുമിനെ. അതൊന്നും എടുത്ത് കുടിക്കല്ലേ കാര്യം ചേച്ചി. പിന്നെ ഷോയ്ക്കൊന്നും പോകാൻ പറ്റൂല. ഇതിനകത്താക്കിയിട്ടുണ്ട്. ആ ഓക്കെ. ഇനി ഗ്ലും വരത്തില്ല. അതിന് കുടിക്കുന്ന ആൾക്ക് ഗ്ലുമിന്റെ അഭിഷേകമായിരിക്കും. ഗ്ലും ഒക്കെ പോയി കേട്ടാ. നീ പാടണട്ടാ, നല്ലതായിട്ട് പാടണട്ടാ. ആര് ചേച്ചി? എസ്തർ ബേബി, എന്താ ഇതാരാ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? എസ്തർ? എസ്തറാണോ? ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള എസ്തറാണോ എന്റെ മുന്നിൽ നിൽക്കുന്നത്? ആണോ? പിന്നെ അല്ലാണ്ട് ആരാണ്? കണ്ണ് കാണാൻ വയ്യേ? മധുചേട്ടാ നിർത്തിക്കോ. പക്ഷെ മധുചേട്ടന്റെ കഴിവിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അംഗീകരിക്കുന്നു. വേറെ ലെവൽ. എത്ര നേരമായി ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊടുക്കായി മിടുക്കൻ. ഇനി മിണ്ടരുത് കേട്ടോ. ഇനി മിണ്ടരുത്. ഇത്രയും പോകരുത്, ഇനി മിണ്ടരുത്. അപ്പൊ എസ്തർ ബേബി എന്തോ നല്ല അടിപൊളിയായിട്ട് അറ്റംപ്റ്റ് ചെയ്തു കേട്ടോ. മിടുക്കിയായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് എപ്പോഴും എസ്തർ ബേബിന്റെ പാട്ടില് എസ്തർ കൊടുക്കുന്ന ആ ഫീലുണ്ടല്ലോ, ഫീലു ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഈ പാട്ടിലും ചില വാക്കുകളൊക്കെ പറയുമ്പോൾ, ചില വേർഡ്സ് ഒക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക്, ആ പാട്ടിങ്ങനെ പാടുമ്പോഴത്തേക്ക് നല്ല ഫീലുമായിട്ടാണ് എസ്തർ ബേബി പാടുന്നത് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയാ. സോ ഗുഡ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പോരായ്മകൾ, ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, അതൊക്കെ ഉള്ളൂ. അത് പിന്നെ MJ സാറും പറഞ്ഞു. പിന്നെ ആ ശ്വാസതടസ്സം മധുചേട്ടനും പറഞ്ഞു എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണത്തിന്റെ അവസാനം പാടിയ എന്തായിരുന്നു? തുകിലുണർ തമ്മിണി തുകിലുണർ. തുകിലുണർത്ത് തുള്ളാട്ടം തുള്ളി തുകിലുണർത്ത്. നല്ല രസമായിരുന്നു കേട്ടോ അത് കേൾക്കാൻ വേണ്ടി. അതും ഈ പറഞ്ഞ ഫീല് കൊണ്ടാണ് എനിക്ക് എസ്തർ ബേബിന്റെ പാട്ട് ഇത്ര ഇഷ്ടപ്പെട്ടത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്, നല്ല ഉന്മേഷത്തോടെ നിന്ന് ക്യാമറ നോക്കി പാടുന്നു. ഇതിന്റെ അപ്പുറം എന്ത് വേണം? മാർക്ക് വേണം. അപ്പൊ നമുക്ക് മാർക്കും കൊടുക്കാം അല്ലേ MJ സാർ? എന്നാ എസ്തർ കുട്ടി, അപ്പൊ ഇന്ന് കിട്ടിയേക്കണ മാർക്ക് എത്രയാണെന്ന് അറിയാമാ? അറിയില്ല അല്ലേ? ഞാൻ പറയട്ടെ. 96.75 out of 100. ഓക്കെ എസ്തർ കൂട്ടാ, ടാറ്റാ, see you. ഓക്കെ ബൈ, ഗുഡ് Good night. പുലരിക്ക് പൊൻപണം കൈനീട്ടം. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, മധു, താമസമെന്തേ. ഭാർഗവി നിലയം എത്ര പാട്ടാണ് അല്ലേ? അതെ, എത്ര നല്ല ഒരു കാലമായിരുന്നു. പാട്ടുകളുടെ ഒരു വസന്ത കാലമായിരുന്നു അത്. നമ്മളെ പണ്ട് ചായക്കടകളിലൊക്കെ പോകുമ്പോഴേ അവിടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ മനസ്സിലാവോ? ഇന്നിപ്പോ നമ്മുടെ പിള്ളേർക്ക് ഒരു ക്ലിക്കിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. റേഡിയോ കാലഘട്ടം വേറൊരു വൈബ് തന്നെയായിരുന്നു അല്ലേ? ഇതിനെ മാത്രമാണ് നമുക്ക് നൊസ്റ്റു എന്ന് പറയാൻ പറ്റുള്ളത് അല്ലേ? എത്ര തീർച്ചയായിട്ടും. പാട്ടുകൾ, എത്ര കാലങ്ങൾ, എത്ര രീതികൾ. ഇതുപോലെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിരന്തരം പാട്ടുകൾ കേട്ടോണ്ടിരുന്നു. അതൊക്കെ ഓർമ്മ വരികയാണ്. ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടംപോലെ ഒരു കാര്യം പാട്ടുകൾ. ചോദിക്കട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിത്തരാം? ഈ ചായക്കട വൈബ്, നമ്മൾ ചായ കുടിക്കുന്നു, പരിപ്പട കഴിക്കുന്നു, ഫുൾ ഒരു ചായക്കട സെറ്റപ്പ്, അതിന് പറ്റുന്ന ഒരു പാട്ട് പാടിത്തരുമോ? പരിപ്പുവട
അത് വേണ്ട, ഒരൊറ്റ കുത്തുവിടുന്നുണ്ട്. പെട്ടെന്ന് ഇളകി. ഒരു പുഷ്പം മാത്രമേ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയെ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അരികിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മോടാൻ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പഴയ പാട്ടുകളൊക്കെ എന്തോ സൂപ്പർ ആയിരുന്നല്ലേ. അതൊക്കെ ഒന്ന് ലൈവായിട്ട് കേൾക്കാൻ എന്തോ ഒരു വഴി. ചായ ചായ പരിപ്പുവട, കാപ്പി കാപ്പി. ചായ പരിപ്പുവട, കാപ്പി, നല്ല ചൂട് പരിപ്പുവട. പഴയ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ആരോ വന്നല്ലോ. ഇതാരാ? എവിടെയോ കണ്ട പോലെ ഉണ്ട്. നല്ല കണ്ടുപിരിച്ചല്ലേ. ആ, നെഞ്ചി കുടിയിറക്കും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ തങ്കങ്ങളെ, ചാനൽ മക്കളെ, ഞാൻ വണക്കം ചെയ്യുന്നു. ഇതാരാന്ന് പറയ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ സാധാ കുടുംബക്കാർ. എൻ പേര് മുരുകൻ. ഓ, ഉങ്ക പേര് മുരുകൻ. നിങ്ങൾക്ക് ലൈവായിട്ട് പഴയ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? വലിയ വേണം ആഗ്രഹമാണ്. കേൾക്കണം. അതെ, ആ, അത് പാടാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാണ്. ഓ, അതാണ് അത് കലക്കിയല്ലോ. ഏത് പാട്ടാ? പരിപ്പ് വട, പക്കുവട. അത് ശരി. ദേ പരിപ്പ് വട. എല്ലാവരും കഴിച്ചോ. ഇപ്പൊ പാടാൻ പറ്റിയ പാട്ടല്ലേ? എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ? നമുക്ക് കേൾക്കാം പാട്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യം അതെ, നടന്നു. ലൈവ് Yes, കേൾക്കണം എന്ന് വിചാരിച്ചു. ലൈവായിട്ട് കേൾക്കാൻ സാധിക്കുകയാണ്. പറ്റി. അതെ, വേൽമുരുക ഹര ഹരോ ഹര. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട, കൊക്കുവട, പപ്പടവട. നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ
തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം ആണുങ്ങൾക്കും തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം വിറ്റാമിൻ ഡി ഉണ്ട് ഓ ഉണ്ട് ജി ഉണ്ട് വിറ്റാമിൻ ഡി ഉണ്ട് ഓ ഉണ്ട് ജി ഉണ്ട് ട്ടോ പൗ പൗ നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ വായിൽ ചടപ പരിപ്പ് വട പക്കുവട പരിപ്പ് വട ഹേ പക്കുവട പരിപ്പ് വട പക്കുവട കൊക്കുവട പപ്പട വട നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ വായിൽ ചടപട ആഹാ സൂപ്പർ സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ. അയ്യോ വളരെ സൂപ്പറാണല്ലോ. അതാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നല്ലേ അവിടെ നിന്ന് തിന്നോണ്ടിരുന്നതാണ് തിന്നോണ്ടിരിക്കായിരുന്നു. ഇത്ര സൂപ്പർ പരിപ്പോട കിട്ടി എങ്ങനെ തിന്നാതിരിക്കും? എല്ലാവരും അതെ. തിന്നിട്ട് പറഞ്ഞോ നല്ല ടേസ്റ്റ് ആണോന്ന്. നല്ല വിറ്റമിൻ ടേസ്റ്റ് എ, ഉണ്ട്. വിറ്റമിൻ എ, പിന്നെ ജി, പിന്നെന്താ ടീ അതെന്താന്നറിയോ അമ്മ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായേ വിറ്റാമിൻ ഡി ഉണ്ട് ഓ ഉണ്ട് ജി ഉണ്ട് അത് ഡോഗാന്ന്. ആ വിറ്റാമിൻ ഡി ഉണ്ട് ഓ ഉണ്ട് ജി ഉണ്ട് ഡോഗ്. വൈറ്റമിൻ സി ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, കാറ്റ്. Cat. രസകൂടി എന്തോ ഈ കൂട്ടുകാരൊക്കെയാ? ഡാൻസ് 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 പേരറിയില്ലേ? ഒന്ന് പേര് ഒന്ന് കേൾക്കാം അല്ലേ പേര് എല്ലാവരുടെയും? കേക്കാം, പേര് കേക്കാം. പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു ശ്രീബാല. 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 എത്രല്ല പഠിക്കണേ? ഞാൻ 7 7. അടുത്ത ആള് അർച്ചിത അർച്ചിത. എത്രല്ല? 3 ഉം. ഞാൻ അങ്കിത ആ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6th. ആ ഞാൻ ജ്യോതി. ഉം. ഞാൻ 9. ഞാൻ ആദിത്യ 6th പഠിക്കുന്നു. ആ. ഞാൻ ശ്രീനന്ദിനി 4 പഠിക്കുന്നു. ആഹാ. ഞാൻ ദേവിക 8 പഠിക്കുന്നു. ഹായ് വാ. ആഹാ. ശോ, എല്ലാരും ഉഗ്രനായിരുന്നു, കലക്കി കേട്ടോ. വെരി ഗുഡ് വെരി നൈസ്. ആനിവേഴ്സറിക്ക് ഒക്കെ വന്ന പോലെ ഡാൻസ് സ്കൂൾ ഡാൻസ് സ്കൂളിലെ കുട്ടികളല്ലേ? എന്നാ ഇവരെ അവിടെ ഇരുത്തിയാലോ നമുക്ക്? അവരെ ഇരുത്താം. അതെ. രസകൂടി എന്തോ എന്തോ ആയിരുന്നു ആ പരിപ്പ് വട. അതെ അതെ അതെങ്ങനെയാ അയ്യോ സാറ് പഠിപ്പിച്ചതെന്നാ. ആണല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും പറഞ്ഞില്ല. മോഡുലേഷൻ ഉണ്ട്. ആണുങ്ങൾക്കും തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. അതിങ്ങനെയാണോ? ആണുങ്ങൾക്കും തിന്നാം ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം അങ്ങനെയാണോ? പഴയ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന പഴയ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ പറയുന്നത്. പഴയതെന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങൾക്കും തിന്നാം പെണ്ണുങ്ങൾക്കും തിന്നാം അത് അമ്മൂമ്മമാര് പറയുക. കൊള്ളായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ കാറ്റ് ഉണ്ടായിരുന്നല്ലോ. അതെ കാറ്റ്. എവിടെ ക്യാറ്റ് ഉണ്ടായിരുന്നു. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. കാറ്റ്. ഈ കാറ്റിന് ദേഷ്യം വന്നാൽ ഈ മിയാവ് അങ്ങനെ ആവും. ക്യാറ്റിന് ദേഷ്യം വരുന്ന എല്ലാവരുടെയും ഞാൻ എന്ന് പറയൂലേ. അങ്ങനെയല്ല, സാധാരണ ദേഷ്യം വരുമ്പോ വന്നാലല്ലോ കാറ്റിന് മിയാവ്. കാറ്റിന് ഒരു പ്രത്യേക അങ്ങനെയല്ലേ? ടോണിലാ പറയുന്നത്. അതെങ്ങനെയാ അങ്ങനെ പറയണേ? അതെങ്ങനെയാ അത്? മ്യാവ്. ഓ ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണോ? വ്യത്യാസം വരും. അത്രയ്ക്കും ദേഷ്യം വേണ്ടായിരുന്നു വരുമ്പോ. അല്ലേ. കുറച്ച് കാറ്റിന് ഭയങ്കര സ്നേഹം വന്നാ എങ്ങനെ അങ്ങനെയാണോ? കൊഞ്ചിച്ച്. കാറ്റ് കളിയാക്കണമല്ലോ. മ്യാവ്. കാറ്റിന് സ്നേഹം വന്ന എങ്ങനെയായിരിക്കും? ആ പൂച്ചയുടെ അടുത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു നോക്കി പൂച്ച വരും അടുത്തേക്ക്. പിന്നെ ഉം. ഞാൻ കൊറേ തവണ പൂച്ചേനെ നോക്കിയതാ. പൂച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക. ടെസ ബേബി എന്തോ നല്ല രസമായിരുന്നു കേട്ടോ പാട്ട്. അയ്യോ കലകി. അയ്യോ ആ ഇടയിൽ എന്ത് പറ്റി? ഏത് ഒരു ഇടയില് ഗ്യാപ്പ് ഒരു വന്നത് ഗ്യാപ്പ് വന്നല്ലോ. ഏതേത് ഇടയ്ക്ക് പാടാണ്ടിരുന്നിട്ട് നമ്മുടെ വായിൽ ചടപടപടാന്ന് പറഞ്ഞ അവിടെ പാടിയില്ലേ? തൊട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ. മറന്നുപോയോ അവിടെ പാടാൻ? കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെ എന്ത് സിമ്പിൾ ടെസ ബേബിക്ക് അല്ലേ? ഒരു ഗ്ലുമൊക്കെ വരാൻ പോയി ഞാൻ നോക്കിയപ്പോ. ഏത് ഗുമ്മ് ഗുമ്മല്ല ഗ്ലൂം. എന്തുവാ ഗുമ്മുണ്ട് ഓൾറെഡി ഗുമ്മാണ്. ഗ്ലൂം വന്നു ഗ്ലും എന്ന് വെച്ചാ വിഴുങ്ങിപ്പോയി. വിഴുങ്ങി പോവാൻ ആ പോയി. വിഴുങ്ങി. അതെ അത് തന്നെ. ആ സാധാരണ ടെസ ബേബിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് പാട്ട് എന്തായാലും ഉഗ്രനായിരുന്നു. പരിപ്പുവടയുടെ അതുകൊണ്ട് പാട്ടായതുകൊണ്ട് പറ്റിയതാണ്. അതെ, ഞങ്ങൾ പരിപ്പോടെ കഴിക്കണ കണ്ടോണ്ടാണോ അങ്ങനെ പ്രശ്നമായത്? കൊതി വന്നിട്ട് മറന്നുപോയി. ഞാനല്ലേ അവിടെ പോയിട്ടില്ലേ ആ കടയിലൂന്ന് ഞാൻ പരിപ്പട ഇച്ചിരി കഴിച്ചായിരുന്നേ. അത് ഞാൻ വിഴുക്കില്ലായിരുന്നു, ഇവിടെ തന്നെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? അതുകൊണ്ട് എനിക്ക് ബാക്കി വിഴുങ്ങണായിരുന്നു. ഓ. അതുകൊണ്ട് ഞാൻ എടുത്തില്ലല്ലോ രസക്കുട്ടി.
അവിടുന്ന് എടുത്ത് കഴിച്ചോ? ആ ഇപ്പൊ വിഴുകിയില്ലേ? ഇപ്പൊ വീട് അത് മതി എന്തായാലും എന്റെ പാട്ട് നല്ല സ്റ്റൈലില് ചെന്ന് അടിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് Yes. ഞാൻ ചവച്ചിട്ടും ഇല്ലായിരുന്നു. ആ. എന്തായാലും പാട്ട് സൂപ്പർ ആയിരുന്നു ടെസ ബേബി. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം കേട്ടോ. അതെ, എനിക്ക് ആ നല്ല കളറ്, മുടിയും നല്ല ആ കോസ്റ്റ്യൂം. ഷർട്ടും ആ ഒരു വള്ളി ട്രൗസർ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു മീശയും കൊള്ളാം. കേട്ടോ. നല്ല മീശ. അതെ, നല്ല മീശ. കുട്ടി മീശ. ജിനുചേട്ടൻ വരച്ചു തന്ന മിഷ. കൊള്ളാം. ആണല്ലേ? ആ വാച്ചും എല്ലാം കൊള്ളാം കേട്ടോ. താങ്ക് യു. ടെസ ബേബി, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പാടിയത് വളരെ ഇഷ്ടമായി. താങ്ക് യു. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒറിജിനലാ? ആ ഹെയർ സ്റ്റൈൽ അല്ല, ആ വിഗ് ആയിരിക്കും, വിഗ് വെച്ചതാ. വെച്ചതാണല്ലേ? ആ ഓക്കെ. എന്നാലും കൊള്ള മാച്ചിങ് ആണ് കേട്ടോ. താങ്ക് യു. മീശയൊക്കെ ചേരുന്നുണ്ട്. വേണമെങ്കിൽ എപ്പോഴും വെച്ചോണ്ടിരിക്കാം. നല്ലതാ, രസമുണ്ട് കാണാൻ. രസമുണ്ട്. അമ്മ പറഞ്ഞു ഞാൻ ചിരിക്കുമ്പോ അമ്മ എന്നെ മുഖത്തോട്ട് നോക്കുമ്പേ ആ എപ്പോഴും അമ്മയ്ക്ക് ചിരിയേ വരുന്നെന്ന്. ആണല്ലേ? ആര് ചേച്ചിക്ക് എന്റെ മുഖത്തോട്ട് നോക്കുമ്പോ ചിരി വരുന്നുണ്ടോ? പിന്നെ എനിക്ക് വരുന്നുണ്ട്. ആ മീശയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ചിരി ചിരി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് അതെ, എനിക്ക്. ആ ഉണ്ട്, ചിരി വരുന്നുണ്ട് ഉണ്ട്, മുഖത്ത്. ഉണ്ട്, ആ, ഉണ്ട്, ഉണ്ട്. ആ. ഭയങ്കര ചിരി വരുന്നുണ്ട്. ദേ, എം ജംഗിളിൽ അത് ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നേരത്തെ പാടിപ്പിച്ചില്ല, എന്താ താഴത്തേക്ക് വന്ന് പാടിയത് എങ്ങനെയാ? ആണുങ്ങൾക്കും തിന്നാം, ഇത് പെണ്ണുങ്ങൾക്കും. ആ അതെ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതില്. പിന്നെ ആണുങ്ങൾക്കും തിന്നാം. ആണുങ്ങൾക്കും തിന്നാം. അതൊക്കെ എനിക്ക് അതെ, അതും എനിക്കിഷ്ടായി. പിന്നെ ഇടയ്ക്ക് ആ പാടാണ്ടിരുന്നില്ലേ, അത് മാത്രം എന്തോ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വായിൽ ചട്ടപ്പട്ട അത് അതെന്താ വിട്ടുപോയേ? മറന്നുപോയി അല്ലേ? സാരില്ല, എന്നാലും രസം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇറക്കി അത്ര. ആ സമയത്തായിരുന്നു ഇറക്കിയത്. ഓക്കെ, സാരില്ല, കുഴപ്പമില്ല. അതിന്റെ കൂടുതൽ പാട്ടും അങ്ങോട്ട് ഇറങ്ങി അല്ലേ, വിഴുങ്ങിപ്പോയി. പാട്ടും വിഴുങ്ങിയും പോയി. സാരില്ല, പോട്ടെ. കുഴപ്പമില്ല. പരിപാടിയുടെ കൂടെ വിഴുങ്ങി. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടായി. ഓക്കെ, താങ്ക് യു. ഈ വള്ളി ട്രൗസർ ഇഷ്ടായി. ഇതോ? ആ അതും ഇഷ്ടായി. ഓക്കെ. താങ്ക് യു. ടെസക്കുട്ടി, എന്താ അങ്കിൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കാണ് നമ്മുടെ ടെസക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഇത്രയും നന്നായിട്ട് എത്ര പെർഫോമൻസസ് ആണ്. ഇന്നപ്പോഴാണെങ്കിൽ പരിപ്പാട ഒരു വേറെ ലെവലാക്കിയില്ലേ. ഒരു കാറ് കിട്ടിയാൽ സന്തോഷായിരിക്കുമോ? ആ 10 കാറോ? അത്രയ്ക്കും വേണ്ടായിരുന്നു. 20 കാറോ ഒന്നിച്ച് കിട്ടിയാലോ? ചിലപ്പോ ഒക്കെ ആയിരിക്കും. 30 കാറോ ഒന്നിച്ച് കിട്ടിയാലോ? ഇതെന്താ? ഇതെന്താ ഇത്? ഓക്കെ ഓക്കെയാണോ? ആ. 42 കാർ ഒന്നിച്ച് കിട്ടിയാലോ? ആ ഓക്കെ. കൊണ്ടുവരട്ടെ? ആ. മിനുട്ടാ, എന്തോ? ഭയങ്കര വെയിറ്റാ, എനിക്ക് ഒരു കയ്യിൽ പറ്റുന്നില്ല. ആ പിടിച്ചോ, അയ്യോ വല്ലാത്ത വെയിറ്റ് ഒന്ന് കൊടുത്തോ. ഇന്നാടാ പിടിച്ചു. ഇതിനകത്ത് 42 ചെറിയ കാറുകളുണ്ട്. ഇങ്ങോട്ട് ഒരു നോക്കുമ്പോ കണ്ടെയ്നർ മൊത്തമാണ് കൊടുത്തേക്കണേ. കണ്ടെയ്നർ. അയ്യോ, അതിലൊന്നും ഇല്ല. പറ്റിച്ചല്ലേ? പറ്റിച്ച്. ഇതിനാ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ നല്ല ഭയങ്കര weight കാര്യം. അല്ലേ? പറ്റിച്ചല്ലേന്ന്. എങ്ങനെയുണ്ട് കാറ്? കാറ് സൂപ്പറാ. പക്ഷെ എം ജെ ഞങ്ങൾ അങ്ങനെ പറ്റിക്കോ? പറ്റിക്കത്തില്ല. ഇപ്പൊ തരാം കേട്ടോ കാറ്. എന്താ? മിനുട്ടാ, എന്തോ ഇത് ഓരോന്നായിട്ട് എടുത്തേ, നമ്മുടെ കുഞ്ഞിനൊന്ന് കാണിച്ചേ. ഓരോന്നായിട്ടോ? എടുത്തോ, ആദ്യം മേളിലത്ത് നിന്ന് എടുത്തോ. അല്ലെ, മേളിൽ നിന്ന് മൊത്തമായിട്ട് എടുക്കുക. ഇങ്ങനെ? ആ. ഉയ്യോ, ഇത് ശംഭോ. ഇത് കണ്ടോ? യെസ്. അത് വെച്ചോ. ആ, ഇത് ഞാൻ പിടിച്ചോളാം. അത് ഇത് വാങ്ങിച്ചോ. പിടിച്ചിട്ടേ കുട്ടി. ഇത് എത്രയാടാ? എന്റെ ഈശോയേ. അടുത്ത കാർ നോക്കൂ. ഇതാ അമ്പോ, പറഞ്ഞ പോലെ തന്നെ 42 കാറുണ്ടല്ലോ. 42 ഉണ്ടെന്ന് തോന്നുന്നു. ഇത്. അടുത്തെടുത്തോ. ഏ? ഓ, യാ. കണ്ടോ ടെസ്സക്കുട്ടിയെ കഴിഞ്ഞ് ഞാൻ എക്സൈറ്റഡ് ആവുന്നു. 42 കാറുണ്ടേ. അമ്പോ. എങ്ങനെയുണ്ട്? എന്റെ അമ്മോ, ഇത് സൂപ്പറാ. 48 കാറുണ്ട് ഇത്. അയ്യോ. വെച്ചോ. അടിപൊളി. യെസ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ കൂടുതൽ നന്നായിട്ട് പാടിയ എം ജെ അങ്കിൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ് കൊണ്ടുവരും കേട്ടോ. ഒരു സ്ഥലത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഉടനെ നമുക്ക് ടെസ്സക്കുട്ടിക്കല്ലേ ഇത് കൊടുക്കണ്ടെന്ന് തോന്നി. അതാണ് അങ്കിൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ പോരട്ടെ, നമുക്ക് ടെസ്സക്കുട്ടിക്ക് ഒരു മധുരമഴ. നമ്മുടെ വായില് ചടപട